ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു നല്ല അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ട് ഒരു മുറി പണിയാനൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ നമ്മുടെ രവി. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും പണമൊക്കെ വാങ്ങുന്നത്. അങ്ങനെ മുറിയൊക്കെ പണിയാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ അവരൊരു ബഹളം തന്നെ ഉണ്ടാകുകയാണ്. എന്തിനാണ് ഇവർക്ക് ഈ ദരിദ്രവാസിയായ ഈ രേവതിക്ക് മുറി പണിയുന്നത്? ഇവളെന്നെ കൊട്ടാരത്തിൽ കിടന്ന കുഞ്ഞമ്മയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോൾ രേവതിയോട് ഒരു കുട്ടിൽ പണിത് വല്ലതും കൊടുത്താൽ മതി എന്നൊക്കെ ചന്ദ്ര പറയുമ്പം അതിന് മറുപടി കൊടുക്കുന്നുണ്ട് രേവതി. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ മുറിയുടെ കാര്യം വീണ്ടും ചർച്ചയാകാണ് കേട്ടോ. രണ്ട് മക്കൾക്ക് AC റൂമുണ്ട്. അതേസമയം സച്ചിക്കും രേവതിക്കും അവിടെ ഒരു റൂമില്ല. പകരം മുത്തശ്ശി പറഞ്ഞതുപോലെ ഓരോ ആഴ്ചയും റൂം മാറി മാറി താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഒരാഴ്ചയാണെങ്കിൽ ശ്രുതിയുടെയും റൂമിൽ സച്ചിയും രേവതിയും കിടക്കണം. ശ്രുതിയുമാണെങ്കിൽ ഹോളിൽ കിടക്കണം. പിറ്റേ ആഴ്ച വർഷയുടെയും ശ്രീകാന്തിൻ്റെയും റൂമിൽ സച്ചിയും രേവതിയും കിടക്കണം. അവർ ഹോളിൽ കിടക്കണം. അങ്ങനെ സ്ഥിരമായിട്ടൊരു റൂമോ പകലൊന്ന് റെസ്റ്റ് ചെയ്യാൻ സ്ഥലമോ ഒന്നും രേവതിക്ക് സച്ചിക്കും ഇല്ല. അത് സച്ചിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും റൂമിലൊക്കെ കിടക്കുമ്പോഴേക്കും സച്ചിക്ക് മാത്രം റൂമില്ലാതെ വരുമ്പം സച്ചിക്ക് രേവതിയോട് പറയുന്നുണ്ട്, ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ടല്ലേ, നീ എന്നെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ നിനക്കും ഇങ്ങനൊരവസ്ഥ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരില്ല സച്ചിയേട്ടാ, നിങ്ങളുടെ കൂടെ എവിടെയാണേലും എവിടെ കിടന്നാലും ഉറക്കം വരും. ഈ ടെറസിൻ്റെ മുകളിൽ കിടന്ന് മാനത്തോട്ട് നോക്കി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം കണ്ടിങ്ങനെ കിടക്കുമ്പം നല്ല സുഖമാണ്, മനസ്സിന് നല്ല സമാധാനവും തോന്നും. ആ സന്തോഷവും സമാധാനവും ഒന്നും മുറിയിൽ അടച്ചിട്ട മുറിയിൽ AC-യും മുകളിലോട്ട് നോക്കിയ ചുമരുകളും ഒക്കെ ഉള്ളിടത്ത് ഇതൊന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം സച്ചിക്കും രേവതിക്കും വീണ്ടും മുറി കൊടുക്കാതെ ആക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി അതിന് പറയുന്ന കാരണം, ഞാൻ ഒരുപാട് വിഷമിച്ച് ക്ഷീണിച്ചാണ് വരുന്നത്. ഞാനാണെങ്കിൽ വെറും ഒരു ജോലിക്കാരനൊന്നും അല്ല, ഇവനെ പോലെ ഒരു ഡ്രൈവറും അല്ല, ഞാനൊരു ബിസിനസ്മാനാണ്. ഒരുപാട് പേരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെയുള്ള എനിക്ക് വന്നു കഴിയുമ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അതുകൊണ്ട് എൻ്റെ റൂം ഒഴിഞ്ഞു തരാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയുക ശ്രുതി. അപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട്, ശരിയാവാൻ പറഞ്ഞത്, ഇവളെ പോലെയാണ് അവർ പാർലറിൽ പോയി കഷ്ടപ്പെടുക ചെയ്യുന്നത് ശ്രുതി. അതുപോലെ തന്നെ ഷോപ്പിൽ ശ്രുതി അവർ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് പേരെ കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്തൊക്കെ വരുന്നത്. ഇവൻ്റെ ഭാര്യ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇവളാണെങ്കിൽ ചെറ്റ കുടിലിൽ കിടന്നവളാ. ഇവക്കിപ്പോൾ ഇവിടെ വന്ന് കൊട്ടാരത്തിൽ തന്നെ കിടക്കണമെന്നൊന്നും ഇല്ലല്ലോ, എവിടെ കിടന്നാലും ഉറങ്ങാവല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇതൊന്നും ഇനി സംസാരിക്കണ്ടെന്ന് പറയാം. സച്ചിക്കും രേവതിക്കും മുറിയില്ലെങ്കിൽ നമ്മുടെ മുറി അവർക്ക് കൊടുക്കാം എന്ന് പറയാണ് രവി പറയാം, ഞാൻ മാറിത്തരാം, നിങ്ങൾ അവിടെ കിടന്നോളാൻ പറയാണ്. അപ്പം അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയാം, നിങ്ങളെന്താ പറയുന്നത്, നിങ്ങൾ മാറിത്തരാമെന്നോ? അത് ശരിയാതൊന്നുമില്ല, എനിക്ക് ഹോളിലൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം രവി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഹോളിൽ കിടന്നോളാം എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, വേണ്ട അച്ഛൻ അങ്ങനെ ചെയ്യണ്ട, അച്ഛനാണ് തീരെ വയ്യാതിരിക്കുന്ന, അച്ഛൻ ഈ ഹോളിലൊന്നും കിടക്കാൻ പോകണ്ട, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ തന്നെ കിടന്നു, ഞാനും രേവതിങ്ങളുടെ മുകളിൽ ടെറസിൽ തന്നെ കിടന്നോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ചന്ദ്രയുടെ കുത്തുവാക്കുകളും ശ്രുതിയുടെ കളിയാക്കലുകളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയും പറയാം, എവിടെ കിടന്നാലെന്താ, എനിക്ക് സച്ചിയേട്ടൻ്റെ കൂടെ എവിടെ ജീവിച്ചാലും സന്തോഷമേ ഉള്ളൂ, അത് കൊട്ടാരത്തിൽ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലെന്ന് നല്ല തക്ക മറുപടി തന്നെ അവിടെ കൊടുക്കുന്നൊക്കെയുണ്ട്. അപ്പോഴാണ് നമ്മുടെ രവി തീരുമാനിക്കുന്നത് കേട്ടോ, എല്ലാവരോടും പണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലാണ്, ഞാൻ വലിയ ബിസിനസ്സുകാരാണ്, ഞാൻ ഒത്തിരി രൂപ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ രവി അത് വെച്ചിട്ട് പറയാണ്, അതെ, നീ വലിയ ബിസിനസ്സുകാരനാണ്, സച്ചിയേക്കാളും കൂടുതൽ വരുമാനമുണ്ട് നിനക്ക്, നീ അതിൽ കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ നീ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ ചിലവിന് എത്ര രൂപ തരുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അച്ഛാ, എല്ലാവരും ചിലവിന് പണം തരുന്നില്ലേ, പിന്നെ ഇനിയിപ്പോൾ ശ്രുതിയോട് മാത്രം എന്തിനാണ് ചോദിക്കുന്നത്, എല്ലാവരും കൂടെ തന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാം, അങ്ങനെ എല്ലാവരും ഒരു കണക്കനുസരിച്ച് തരുന്നൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, പക്ഷേ വീട്ടുകാര്യങ്ങൾ കൂടുതലും നോക്കുന്നത് സച്ചി തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഇന്നോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, എല്ലാവരും എത്ര തുക വീതം വീട്ടു ചെലവിന് തരുമെന്ന് എനിക്ക് കണക്ക് കിട്ടണമെന്ന് പറയാം. എന്നിട്ട് രേവതിയോട് രവി പറയുന്നുണ്ട്, പോയി രേവതി ഒരു പേനയും ബുക്കും എടുത്തുകൊണ്ട് വരാൻ പറയാം. അങ്ങനെ രേവതി പോയി പേനയും ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുമ്പം ഓരോരുത്തരോടും എത്ര രൂപ വീതം ചെലവിന് തരുമെന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ശ്രുതിയോട് ചോദിക്കുമ്പം ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. ശ്രുതി പറയുന്ന തുകയല്ലേ ശ്രുതിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രുതി കൈകൊണ്ട് ഇങ്ങനെ എട്ടെന്ന് കാണിക്കുന്നുണ്ട് വിരലുകൾ കൊണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതി കാണുന്നത് 3000 രൂപ തരാമെന്ന് പറയുമ്പം ഉടനെ ചോദിക്കുന്നുണ്ട് രവി, നിനക്ക് ഇത്ര വലിയ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് 3000 രൂപ തരാനേ ഉള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി കാണുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നതൊക്കെ. അപ്പോൾ സച്ചി പറയും, എൻ്റെ പൊന്ന് ശ്രുതി, അതെ പാർലറുമായി കാണിച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? 3000 എന്നല്ല 8000, അപ്പുറത്തെ കയ്യിൽ 5 ഉണ്ട്, അങ്ങനെ 8000 എന്നാണ് കാണിച്ചതെന്ന് പറയുമ്പം ശ്രുതി അവിടെ ചമ്മി പോവാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അങ്ങനെയാണ് 8000 രൂപ ഞാൻ തരാം എന്ന് പറയണം. അത് രവി ബുക്കിലേക്ക് എഴുതിയിടുകയാണ്, ശ്രുതി 8000 രൂപ തരുമെന്നുള്ള കാര്യം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചിയോട് ചോദിക്കുക, സച്ചി നീ എത്ര രൂപ തരുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി രേവതിയോട് പറയാം, രേവതി നീ പറ എത്ര രൂപ തരുമെന്ന് നിൻ്റെ കൈ കാണിക്കുക എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാം, അയ്യോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വല്ലതും കേൾക്കുമോ, നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി, നിങ്ങൾ പറഞ്ഞോ ഇഷ്ടമുള്ള തുക എന്ന് പറയുമ്പോൾ സച്ചി പറയാം, അല്ല നീ കാണിക്കണം, നീ കൈ കാണിക്കണം, ദേ അവിടെ ശ്രുതി കാണിച്ച പോലെ നീയും കൈ കൊണ്ട് കാണിക്കുമെന്ന് പറയുമ്പോൾ രേവതി 5 5 10 കാണിക്കും. അപ്പോൾ സച്ചി പറയാം, അതേ 10,000 രൂപ ഞങ്ങൾ തരും, 10,000 രൂപ എന്നും പറഞ്ഞ് ചന്ദ്രയുടെ മുഖത്തോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ശ്രുതി കൊടുക്കുന്നതിലും കൂടുതൽ സച്ചി കൊടുക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നാലും ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക. അതിനൊക്കെ ശേഷം വർഷയോട് ശ്രീകാന്തിനോട് ചോദിക്കുമ്പം വർഷയെ നോക്കുമ്പോൾ വർഷ പറയാണ്, ഞാൻ കൈകൊണ്ടൊന്നും കാണിക്കാൻ പോകുന്നില്ല, ശ്രീകാന്തിന് ഇഷ്ടമുള്ളത് കൊടുക്കാം, എത്ര വേണേലും കൊടുത്തോളൂ എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, ഞാനും ഒരു 10,000 രൂപ തരാമെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ അത് 3 എഴുതി വയ്ക്കുകയാണ് നമ്മുടെ രവി ബുക്കിൽ. അപ്പോഴേക്കും ഉടനെ തന്നെ രേവതി പറയാം, അച്ഛാ ഞാനും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞാനും മാല കെട്ടി പണം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനും വീട്ടു ചെലവിനായിട്ട് ഒരു തുക തരാമെന്ന് പറയാം. അപ്പം രവി ചോദിക്കുന്നുണ്ട്, നീ തരണ്ട, സച്ചി തരുന്നുണ്ടല്ലോ അത് മതി, സച്ചി 10,000 രൂപ തരുന്നുണ്ടല്ലോ അത് മതി, രേവതി തരണ്ടെന്ന് പറയുമ്പോൾ രേവതി പറയാം, അല്ല ഞാനും ജോലി ചെയ്യുന്നാലേ ഞാനും ഒരു 2000 രൂപ തരാമെന്ന് പറയാണ്. അപ്പോൾ രേവതിയുടെ 2000 എഴുതുക. അത് നമ്മുടെ ശ്രുതിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ചന്ദ്രയ്ക്കും. അപ്പം ചന്ദ്ര പറയാം, അവളുടെ ഒരു 2000 രൂപ 2 ലക്ഷമൊന്നും അല്ലല്ലോ, ഒരു വെറും 2000 അല്ലേ കരുതുന്നത്, അത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ നീ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മാത്രം ഇവിടെ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങുവാന്നല്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ രേവതി പറയാം, അമ്മയ്ക്കും ഉണ്ടല്ലോ ജോലി, അമ്മ ഡാൻസ് സ്കൂൾ നടത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. സച്ചി പറയാം, ഡാൻസ് സ്കൂൾ ഭയങ്കര ഡാൻസ് സ്കൂളാണ് കേട്ടോ, ഡാൻസ് സ്കൂളിലെ ടീച്ചർ മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ചന്ദ്രയെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ശ്രുതി അപ്പോൾ ഉടനെ തന്നെ പറയാണ്, ഞാനും തരാം, ഞാനും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഞാനും ഒരു 5000 രൂപ തരാമെന്ന് പറയാണ്. അപ്പോൾ അതും എഴുതി വയ്ക്കുക. അപ്പോൾ ഉടനെ ശ്രുതി കൊടുക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി വേണ്ട, ഞാൻ കൊടുക്കുന്നില്ല 8000 രൂപ, പിന്നെ നീ എന്തിനാ ഇനി 5000 രൂപയും കൂടെ കൊടുക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട്, നീ മറക്കണ്ട, നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങിയതേ ഉള്ളൂ, ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഒത്തിരി പണമൊക്കെ ഇറക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് അത്രയൊന്നും നീ കൊടുക്കണ്ടെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, രേവതിയൊക്കെ കൊടുക്കുന്നില്ലേ, അപ്പം ഞാനും കൊടുക്കും ഒരു 5000 രൂപ എന്ന് പറയാം. അപ്പോൾ വർഷയും പറയാം, പിന്നെ ഞാനും ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാനും 5000 രൂപ വീട്ടു ചെലവിനായിട്ട് തരാം എന്ന് പറയാം. ഇതെല്ലാം നമ്മുടെ രവി ബുക്കിൽ എഴുതി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര പറയാണ് കേട്ടോ, എല്ലാവരും പണമൊക്കെ കൊണ്ടുവന്ന് അടുത്ത മാസം തൊട്ട് എൻ്റെ കൈ ഏൽപ്പിച്ചാൽ മതി, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, വേണ്ട, നീ സൂക്ഷിക്കാനൊന്നും നിൽക്കണ്ട, പണം എല്ലാവരും എന്നെ തന്നെ ഏൽപ്പിച്ചാൽ മതി, നീ സൂക്ഷിക്കേണ്ടെന്ന് പറയാം. അപ്പോൾ രവിയോട് ചോദിക്കുന്നുണ്ട് സച്ചി, എന്തിനാ അച്ഛാ ഇപ്പോൾ ഈ പണം ഇങ്ങനെ വാങ്ങുന്നത്, കണക്കൊക്കെ എഴുതി എന്താ അച്ഛൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇവരെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും രവി പറയുന്നില്ല, അതൊക്കെ സമയമാകുമ്പം പറയാം എന്താ ഉദ്ദേശം എന്നുള്ളത്, സമയമാവട്ടെ എന്നിങ്ങനെ രവി പറയാം. അപ്പോൾ ഇവരാലോചിക്കുകയാണ്, മോളിൽ പോയി നിന്നിട്ട് 3 പേരും കൂടെ എന്തിനായിരിക്കും അച്ഛൻ ഇങ്ങനെ പണം വാങ്ങിയതെന്ന് ശ്രുതി പറയുക. എന്തിനാ ഇപ്പോൾ ഈ കണക്ക് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ നമ്മളോട് പണം വാങ്ങിയത്, നമുക്ക് എന്തെല്ലാം ചിലവുകളുള്ള, അച്ഛന് പെൻഷനൊക്കെ കിട്ടുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ സച്ചി പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, വീട്ടു ചിലവിന് നമ്മൾ പണം കൊടുക്കണം, നീ വലിയ ബിസിനസ്മാനൊക്കെ എന്നൊക്കെയല്ലേ പറയുന്നത്, ഇഷ്ടം പോലെ പണം, മൾട്ടി മില്യണർ ആവാൻ പോവാന്നൊക്കെ പറയുമ്പം വീട്ടു ചിലവിന് ഒരു 10,000 രൂപ കൊടുക്കാൻ നിനക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരവിടെ കിടന്ന് 2 പേരും കൂടെ അടി പിടിക്കുകയാണ്. ശ്രീകാന്താണെ സച്ചിയെയും ശ്രുതിയെയും പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വിഷയങ്ങളൊക്കെ ആയിട്ടിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രേവതിയാണെങ്കിൽ അടുക്കളയിൽ കയറി എല്ലാവരും ജോലിക്കൊക്കെ പോകാനൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിലെ 2-3 പേര് വന്ന് കയറുമ്പം രവിയെ വന്ന് വിളിക്കും. രവി പറയാം, കയറി കാണിച്ചു തരാം, മുകളിലാണ് റൂം പണിയേണ്ടതെന്നൊക്കെ പറയാം. അതൊരു കോൺട്രാക്ടറും ആൾക്കാരും ഒക്കെയാണ് കേട്ടോ വരുന്നത്.
അങ്ങനെ രവി മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഉടനെ ചന്ദ്ര കാണുവാണിത്. ചന്ദ്ര ഉടനെ എന്ന് ശ്രുതിയോട് പറയാ, ശ്രുതി ദേ അച്ഛൻ രാവിലെ കോൺട്രാക്ടറെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്, എന്ത് പണിയാനാ, മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പം അച്ഛൻ ആ കോൺട്രാക്ടറെയൊക്കെ വിളിച്ച് വെച്ച്, ഇവിടെ എന്ത് പണിയാണ് എന്ന് പറയുക. അങ്ങനെ മുകളിൽ കൊണ്ടുവന്നിട്ട് രവി എല്ലാം കാണിച്ചൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു റൂം പണിയണം, മുകളിൽ ഒരു റൂം കൂടി പണിയണം എന്ന് പറയാണ്. എൻ്റെ രണ്ടാമത്തെ മകന് മാത്രം റൂമില്ല, മറ്റവർക്ക് 2 പേർക്ക് റൂമുണ്ട്, രണ്ടാമത്തെ മകന് മാത്രം റൂമില്ല, അതുകൊണ്ട് അവന് മുകളിൽ ഒരു റൂം പണിയണം, അതിനാണ് വിളിച്ചത്, ഒന്ന് എത്ര രൂപയൊക്കെ ആകും എന്നൊക്കെ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവരെല്ലാവരും താഴേന്ന് പട കെട്ടി മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയാൻ ചന്ദ്ര മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എത്ര രൂപയാകുമെന്ന് ചോദിക്കുമ്പോൾ കോൺട്രാക്ടർ പറയാണ്, റൂമൊക്കെ പണിത് വരുമ്പോൾ ഒരു 5 ലക്ഷം രൂപയാകും എന്ന് പറയാണ് കേട്ടോ. നല്ല രീതിയിലൊക്കെ ഒരു റൂം പണിത് വരുമ്പം 5 ലക്ഷം രൂപയാകും എന്ന് പറയുക. അപ്പോൾ രവി പറയുന്നുണ്ട്, ശരി ആയിക്കോട്ടെ, ഞാൻ പണമൊക്കെ ആകുമ്പോൾ, പണം ഇപ്പോൾ കയ്യിലായിട്ടില്ല, പണമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വിളിക്കാം നിങ്ങളെ, കാര്യങ്ങളൊക്കെ റെഡിയാക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഉടനെ 5 ലക്ഷം രൂപയോ എന്ന് ചോദിക്കുക ചന്ദ്ര. 5 ലക്ഷം രൂപ വേണോ ഇവർക്കൊരു റൂം പണിയാൻ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാം, പിന്നെ ചുമ്മാതെ വല്ലതും നടക്കുമോ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരോട് പണം വാങ്ങിക്കൊണ്ടിരുന്നതെന്ന് പറയാണ്. എല്ലാ മാസവും എന്നെ വീട്ടു ചെലവിനായിട്ട് പണം കൊണ്ട് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ആവശ്യം കൂടി മുൻകൂട്ടി കണ്ട അതിൽ നിന്ന് മിച്ചം വച്ച് ഇവർക്കൊരു റൂം പണിയണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ചോദിക്കുക, അതിൽ നിന്ന് മിച്ചം വെച്ച് എന്ന് റൂം പണിയാനാച്ചാ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പണം തന്നാലും 2-3 വർഷമെങ്കിലും കഴിയാതെ 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ അച്ഛനെ കൊണ്ട് പറ്റുമോ? പറ്റുകയില്ല. അങ്ങനെയുള്ളപ്പം എന്നിങ്ങനെ റൂം പണിയാനെന്നാ അച്ഛൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, അതിനും ഞാൻ വേറെ മാർഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ചാച്ചി ചോദിക്കുക, എന്ത് മാർഗ്ഗം അച്ഛാ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ റൂമൊന്നും പണിയണ്ടെന്നേ, ഇപ്പം ഞങ്ങൾ ഇവിടെ കിടന്നോളാം, അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുക. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരി അച്ഛാ, ഇപ്പം ഇനി റൂം പണിയാൻ വേണ്ടി അച്ഛൻ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, പണം ഉണ്ടാകുമ്പോൾ നമുക്ക് പണിയാം, ഇതുവരെ ഞങ്ങളിവിടെ കിടന്നോളാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് പറയുക. അപ്പോൾ രവി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, എന്തായാലും ഞാൻ എവിടുന്നെങ്കിലും ലോൺ എടുക്കാനായിട്ട് പോവാണ്, ലോൺ എടുത്ത് റൂം പണിയും, റൂം പണിത് കഴിയുമ്പം നിങ്ങൾ മാസം ചിലവിന് കൊണ്ട് തരുന്ന പണം ഉണ്ടല്ലോ, ആ പണം കൊണ്ട് ഞാൻ ആ റൂമിൻ്റെ ലോൺ അടച്ചു കൊടുത്തുകൊണ്ടിരിക്കും, അങ്ങനെ മതി എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാം, പിന്നെ ഇനി നിങ്ങൾ ഈ പെൻഷനായ സമയത്ത് റൂം പണിയാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പോവാണോ, നിങ്ങൾ എന്ത് വിചാരിച്ചോണ്ടാ മനുഷ്യ, സച്ചിക്ക് റൂം വേണമെങ്കിൽ അവൻ പണിയട്ടെ, അല്ലാതെ നിങ്ങളെന്തിനാ പണിയുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുക. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരിയാ അച്ഛാ, അതിൻ്റെ ആവശ്യമില്ല, അച്ഛൻ ഇങ്ങനെ പെൻഷനായിരിക്കുന്ന സമയത്ത് ഇനിയും കടമൊന്നും വരുത്തി വെക്കണ്ട, അതൊക്കെ അച്ഛന് വലിയൊരു ബാധ്യതയാവും, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ റൂമൊന്നും വേണ്ടാന്ന് പറയാണ്. അപ്പോഴേക്കും എല്ലാവരും പറയുമ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് നമ്മുടെ രവി, അതൊന്നും നടക്കില്ല, എന്തായാലും ഞാനിത് തീരുമാനിച്ച കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ വർഷയും പറയുന്നുണ്ട്, റൂമൊക്കെ പണിയുന്ന കാര്യം നല്ലതാണ്, ഞാൻ പക്ഷേ എവിടെന്നെങ്കിലും പണം വാങ്ങി തരാമെന്ന് പറയുമ്പം വേണ്ട, അതൊന്നും വേണ്ടെന്ന് രവി പറയുന്നുമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം രേവതി പിന്നെയും പറയാം, വേണ്ട അച്ഛാ, ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഇത്രയും ബാധ്യതയൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ടെന്ന് പറയാം. അപ്പോൾ ചന്ദ്രൻ പറയാം, ശരിയാ, റൂം പണിയുന്നു, 5 ലക്ഷം രൂപയുടെ റൂം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ വയസ്സാം കാലത്ത് കടമെല്ലാം വരുത്തി വെച്ചേച്ച് ആർക്ക് ഈ റൂം പണിയുന്നത്, ഇവക്കാണോ, ഈ കുഞ്ഞമ്മയ്ക്കാണോ റൂം പണിയുന്നത്, ഇവൾ ആരാണെന്ന വിചാരം, ചെറ്റക്കുടലിൽ കടന്ന് ഇവക്ക് റൂം പണിത് കൊടുക്കുന്നു, വേണമെങ്കിൽ ഒരു ചെറ്റക്കുടൽ തന്നെ പണിത് കൊടുത്താൽ മതി എന്ന് പറയുമ്പം സച്ചിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയാം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നിങ്ങൾ എന്താ പറഞ്ഞത്, ചെറ്റക്കുടിൽ കടന്നവളെന്നോ, എൻ്റെ ഭാര്യയെ നിങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, അവൾ എവിടെ താമസിച്ചാണേലും ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് അവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, നിങ്ങളുടെ മറ്റു മരുമക്കളെ പോലെ തന്നെ അവൾക്കും ഇവിടെ ഒരു റൂമിൽ കിടക്കാൻ തന്നെ അവകാശമുണ്ടെന്ന് സച്ചി പറയാണ്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അവകാശമുണ്ട്, ശ്രുതിയാണെങ്കിൽ കോടീശ്വരനായ മലേഷ്യക്കാരൻ്റെ മകള്, അതിലും പണക്കാരിയാണ് വർഷ, അങ്ങനെയുള്ള അവരെ പോലെയാണോ ഈ ഇവള് ദരിദ്രവാസി വന്നിരിക്കുന്നു, അവൾക്കിനി റൂം പണിത് ഇവിടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാത്ത കുറവേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇവക്ക് പണിയാൻ 5 ലക്ഷം രൂപയുടെ റൂം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണേ ഒരു കുടിൽ പോലെ എന്തെങ്കിലും മോളിൽ കെട്ടിക്കൊടുത്താൽ മതി, അതിൻ്റെ അകത്തൊക്കെ കിടന്നോളൂ, ഇത് എവിടെ കിടന്നാലും ഇതിനൊക്കെ ഉറക്കം വരുമല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതി പറയാം, ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് റൂമിൽ കിടക്കണമെന്ന്, ഞാൻ കുടിലിൽ കിടന്നാലും ഉറങ്ങും, സച്ചിയേട്ടൻ്റെ കൂടെ സന്തോഷമായിട്ട് കുടിലിൽ കിടന്നാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ സച്ചിയും രേവതിയും ഇങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ, അല്ലാതെ എല്ലാവരെ പോലെ ഞങ്ങൾക്ക് പൊങ്ങച്ചം കാണിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് രേവതിയും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും
ഉടനെ ചന്ദ്ര പറയാം, പിന്നെ പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യമില്ല, അവൾക്ക് റൂം പണിയുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ ഇങ്ങനെ പറയണ്ട, ചെറ്റക്കുടലിൽ കടന്നവളൊന്നും എൻ്റെ വീട്ടുകാരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. അതുപോലെ തന്നെ സച്ചിയെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര, നീ ആരാ, നിന്നെപ്പോലെയാണോ സൂതി, അവനൊരു ജോലിയുണ്ട്, അവനാണെങ്കിൽ മാന്യമായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കുക, നല്ല വിദ്യാഭ്യാസമുണ്ട്, നീ വെറും ഒരു ഡ്രൈവറല്ലേ, നിനക്ക് 5 ലക്ഷം രൂപയുടെ മുറി കിടക്കണോ എന്നൊക്കെ ചോദിക്കുമ്പം രേവതി പറയാം, അതേ സച്ചിയേട്ടൻ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്, ഇവരാരും ഈ വീട്ടിൽ 5 പൈസയുടെ പണം തരാതിരുന്ന സമയത്തും സച്ചിയേട്ടൻ വണ്ടി ഓടിക്കാൻ പോയി കിട്ടുന്ന പണം കൊണ്ടാ ഈ വീട്ടിൽ ചെലവ് കഴിഞ്ഞുകൊണ്ടിരുന്നിട്ട്, എന്നിട്ട് എൻ്റെ സച്ചിയേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്ന് രേവതി പറയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, പറഞ്ഞാൽ നീ എന്ത് പറയൂടി, കണ്ടില്ല അവൾ എന്നോട് തർക്കുത്തരം പറഞ്ഞോണ്ട് വരുന്നത്, ഇതാണോ നിന്റെ സ്വഭാവം, അവൾ എന്നെ ഭരിക്കാൻ വരില്ലേ എന്ന് പറയാം. അപ്പോൾ ഉടനെ സുധിയും പറയാം, കേട്ടോ അമ്മയോട് തർക്കുത്തരം പറയുന്ന കേട്ടോ, രേവതി എന്താ പറഞ്ഞതെന്ന് അച്ഛൻ കേട്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ സച്ചി പറയാം, അതിനൊരു കുഴപ്പമില്ല, വിതയ്ക്കുന്നതേ കൊയ്യുള്ളൂ എന്ന് പറയാണ്. നിങ്ങൾ എങ്ങനെയാണോ അവളോട് പെരുമാറുന്നത് അതുപോലല്ലേ അവളും തിരിച്ചു പെരുമാറുള്ളൂ, അത് തന്നെയാണ് കണ്ടത്, അതിനൊരു കുറവില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, കണ്ടില്ലേ അവനും പറയുന്നത്, അവൻ്റെ ഭാര്യയ്ക്ക് ചേർത്ത് നിർത്തി അവൻ പറയുന്നത് കേട്ടില്ലേ, അവളെ സപ്പോർട്ട് ചെയ്യുന്ന കേട്ടില്ലേ, എന്നെ പിന്നെ എന്ത് വേണേലും പറയാലോ എന്നൊക്കെ പറയുമ്പോൾ രവി പറയാ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നീ എന്ത് വർത്തമാനം പറഞ്ഞത്, ചെറ്റക്കുടലിൽ കിടന്നവളാണ് രേവതി എന്നോ, അങ്ങനെയുള്ളവളാണോ അവള്, എവിടെ കിടന്നായാലെന്താ, അവൾ ഈ വീട്ടിലെ മരുമകളാ, അപ്പം മറ്റു 2 മരുമക്കൾക്കും കൊടുക്കുന്ന പ്രാധാന്യം അവൾക്ക് നീ കൊടുക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, അതിനൊന്നും എന്നെ കിട്ടത്തില്ല, മറ്റുള്ള മരുമക്കളെ പോലൊന്നും അല്ല അവള്, അവരൊക്കെ പണക്കാര്, ഇവളാരാ, ഇവളുടെ കുടുംബമായിട്ട് വല്ലതും ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നതാണോ, അല്ലല്ലോ, പിന്നെ നിങ്ങൾ ബോധമില്ലാതെ എങ്ങാണ്ട് വണ്ടി ഓടിച്ച് അവളുടെ തന്തയെ കൊണ്ട് ഇടിപ്പിച്ച് ചത്തത് കാരണം അവൾ ഇവിടെ മരുമോളായിട്ട് വന്നു, അവിടെ തന്ത ചാകാൻ നടന്ന അങ്ങേര് വണ്ടിയുടെ മുമ്പിൽ ചാടി, അതുകൊണ്ട് ഇവിടെ വന്ന് കയറിയവളാ ഇവള് എന്ന് പറയാ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമൊക്കെ ആവുക. ഉടനെ രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. രേവതി പറയാണ്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ അച്ഛനെ ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചിടേണ്ട കാര്യമില്ല, എൻ്റെ അച്ഛൻ മരിച്ചത് ഇവിടെ ചർച്ചയാക്കേണ്ട കാര്യമില്ല, നിങ്ങളോട് ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ എന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ, പിന്നെ അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം ഇവിടെ ഇല്ല, ഞാനത് സമ്മതിക്കുകയില്ലെന്ന് രേവതി തീർത്ത് ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാ. ചന്ദ്ര പിന്നെ അവിടെ നിന്ന് മെഴുകുകയാണ്. ചന്ദ്ര പറയാ, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, അവൾ എൻ്റെ നേരെ നിന്ന് സംസാരിക്കാറായി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാ, അവൾ നേരെ നിന്ന് സംസാരിച്ചാൽ എന്താ, നിങ്ങൾ എന്ത് വർത്തമാനം പറഞ്ഞത്, അവളുടെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ചതുകൊണ്ടാണ് അവളെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതെന്ന് അത് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, എങ്ങനെയായാലും ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ്, ആ ഒരു ബഹുമാനം നിങ്ങൾ അവൾക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് സച്ചിയും പറയുക ചന്ദ്രയോട്. ചന്ദ്ര കലി തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രവിയും പറയുന്നുണ്ട്, എന്തായാലും രേവതിയോട് അത് പറഞ്ഞത് മോശമായിപ്പോയി, രേവതിയുടെ അച്ഛനെ പറയേണ്ട കാര്യമില്ലായിരുന്നു നിനക്കെന്ന് പറയുക. അങ്ങനെ അവരൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വിവരം നമ്മുടെ വർഷയാണ് വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർഷയുടെ അമ്മ മഹിമയാണെങ്കിൽ എങ്ങനെയും അവിടെ കയറി ഒരു ഉടക്കം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ തന്നെ മഹിമ ചെന്നേച്ച് മഹിമയുടെ ഭർത്താവിനോട് മധുസൂദനോട് പറയുന്നുണ്ട് കേട്ടോ, അതേ ചേട്ടാ അവിടെ വർഷയുടെ വീട്ടിലേ ഒരു റൂം പണിയാനൊക്കെ അവർ തീരുമാനിച്ചിരിക്കുക, ഞാൻ അവർക്കൊരു 5 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറയാണ്. ആഹാ, അതെന്തിനാണ് ഇപ്പോൾ ഈ റൂം, ആ രേവതിക്കും സച്ചിക്കും റൂമില്ലല്ലോ, അവർക്ക് മുകളിൽ ഒരു നിലയിൽ റൂം പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുക, പണത്തിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കാം, ഞാനത് വിളിച്ച് പറയാൻ പോവാ, അവിടെ ചെന്ന് തന്നെ നേരിട്ട് പറയാൻ പോവാന്ന് പറയുമ്പം ഉടനെ മധുസൂദനൻ പറയുന്നുണ്ട്, എന്തിനാ മഹിമേ നീ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ തലയിൽ വെക്കുന്നത്, നമ്മുടെ മോക്ക് മരുമോന് റൂമുണ്ടല്ലോ, അവരവിടെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, ഇനി ആ സച്ചിക്ക് രേവതിക്ക് റൂം പണിയാൻ നിനക്ക് നാണമില്ലേ, ആ സച്ചി അവൻ എന്നോട് എന്തെല്ലാം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നത്, നിനക്ക് എൻ്റെ തലയ്ക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയാൻ, അതെ ചെറിയ വട്ടുണ്ട്, ഞാൻ ഈ പണം കൊടുത്താലും ഈ പണം അവർ വാങ്ങാൻ പോകുന്നില്ല, പണം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കേ ഉള്ളൂ എന്ന് പറയുമ്പം മധുസൂദനൻ ചോദിക്കുക, അതെന്താ കളി, അതെങ്ങനെയാണെന്ന് നീ പറയാന്ന് പറയുമ്പം പറയണം, ഞാനിപ്പോൾ ഈ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പറയുള്ളൂ, കൊടുക്കില്ല കേട്ടോ, പറയുമ്പം സച്ചി തന്നെ പറയും, ഈ പണം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അത് നിരസിക്കും, അവൻ എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, രവിയും സമ്മതിക്കില്ല, അങ്ങനെ അവിടെ അവർ പണം വാങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ മരുമോൻ ശ്രീകാന്തും അതുപോലെ ആ സുധി ആർത്തിപ്പടാരം സുധിയും കൂടി സച്ചിയുടെ നേരെ തിരിയും, അങ്ങനെ അവർ ചേട്ടാനിയന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരിഞ്ഞ അടിയുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മുടെ മകളെയും മരുമോനെയും കൂടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അതിനൊരവസരം ഉണ്ടാവും, ആ വീട്ടിൽ നല്ല അടി നടക്കണം എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മധുസൂദനൻ പറയുന്നുണ്ട്, ശരിയാണല്ലോ, നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയാം.
അങ്ങനെ മഹിമ പോവുകയാണ് കേട്ടോ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് എല്ലാവരോടും മുൻപിൽ വെച്ച് പറയുന്നുണ്ട്, ഞാനൊരു 5 ലക്ഷം രൂപ തരാം ഇവിടെ വീട് റൂം പണിയാനെന്നൊക്കെ. അത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ മഹിമ വരുമ്പോഴേക്കും എടുത്ത് തലയിൽ കയറ്റി വെക്കുന്നത്. വന്നല്ലോ മഹിമ, എന്തൊരു സന്തോഷമാണെന്നറിയാവോ. വിളിച്ച് കയറ്റിയിരിക്കുന്നു, ചായ കൊടുക്കുന്നു, എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് മഹിമ 5 ലക്ഷം കൂടി തരാമെന്ന് പറയുമ്പം കൈ നീട്ടി വാങ്ങാൻ റെഡി ആയിട്ടിരിക്കുക ചന്ദ്ര. അതേസമയം രവിയാണെങ്കിൽ വേണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം പിന്നെയും നമ്മുടെ സുധി പറയുക, അത് വാങ്ങും, ഇപ്പം നമുക്ക് പണമില്ലാതിരിക്കുന്ന സമയമല്ലേ അച്ഛാ, വാങ്ങുമെന്ന് പറയുക. അപ്പം സച്ചിയാണെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുക ഇത് വാങ്ങാൻ പറ്റില്ലെന്ന്. അങ്ങനെ അവിടെ സുധിയും സച്ചിയും തമ്മിൽ ഒരു അടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. സുധി വാങ്ങണമെന്നും സച്ചിയാണെങ്കിൽ ഇത് വാങ്ങാൻ പറ്റില്ലെന്നും പറയുകയാണ്. അതൊക്കെ കണ്ട് നല്ല രസിച്ചിരിക്കുകയാണ് മഹിമ. രണ്ടുപേരെയും തമ്മിൽ തല്ലിക്കാൻ പറ്റിയ അവസരം കളയാതെ നോക്കിയിരിക്കുക. അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും കേട്ടോ. അത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്